അതിരപ്പള്ളി വനമേഖലയിൽ കണ്ടെത്തിയ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയില്ല. ആന അവശതയിലെന്ന് തെളിയിക്കുന്ന പുതിയ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വെറ്റിലപ്പാറ സ്കൂളിന് സമീപമാണ് ആന ഇറങ്ങിയത്. ആ ദൃശ്യങ്ങൾ കാണാം ആദ്യം. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, നേരത്തെ ചികിത്സ നൽകി വിട്ടയച്ചതാണെങ്കിലും അതിന് ഫലമുണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഈ മസ്തകത്തിലെ മുറിവിൽ പുഴുവരിച്ച നിലയിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. എന്താണ് ഇനി വനംവകുപ്പ് ആലോചിക്കുന്നത്, സൂരജ്? ടി കെ, ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇന്നും പുറത്തു വന്നിട്ടുള്ളത്. ഇന്നലെ മസ്തകത്തിൽ നിന്ന് പുഴു അരിച്ചിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇന്ന് ആന തീറ്റ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ശാരീരിക അവശതകൾ ആ ദൃശ്യത്തിൽ തന്നെ പ്രകടമാണ്. വെറ്റിലപ്പാറയിലാണ് ഇന്ന് ഈ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന ഇറങ്ങിയത്. ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന ഒറ്റയാനൊപ്പമാണ് ഈ മസ്തകത്തിൽ മുറിവേറ്റ ആന സഞ്ചരിക്കുന്നത് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഇന്ന് വെറ്റിലപ്പാറയിൽ ഉണ്ടായിരുന്ന ആനയെ പിന്നീട് RRT സംഘം എത്തി തുരത്തുകയും ചെയ്തു. പക്ഷേ ഇത് സംബന്ധിച്ച്, ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ഒരു പ്രാഥമിക പരിശോധന വനംവകുപ്പ് നടത്തിയിരുന്നു. അതിൽ പറയുന്നത് ആനയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തന്നെയാണ് തുടരുന്നത്. പക്ഷേ ആനയെ ഈ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സിക്കുന്നതിന് കഴിയുമോ എന്ന സാധ്യതകളാണ് ഇപ്പോൾ വനംവകുപ്പ് പരിശോധിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്താൻ CCF, അതായത് മധ്യമേഖല CCF, ഇതിനോടകം തന്നെ ചാലക്കുടി DFOയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ആനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള തുടർ ചികിത്സ ഏർപ്പാടാക്കണമോ എന്ന് സംബന്ധിച്ചുള്ളതിൽ ഇനി ഒരു അന്തിമ തീരുമാനമുണ്ടാകുക. ആഴ്ചകൾക്ക് മുമ്പാണ് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ആനയ്ക്ക് ചികിത്സ നൽകിയത്. പക്ഷേ അതൊന്നും ഫലപ്രാപ്തിയിൽ എത്തിയില്ല. ആനയുടെ ആരോഗ്യസ്ഥിതി വീണ്ടും ആശങ്കപ്പെടുത്തുന്ന നിലയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പുതിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. ടി കെ.